കാരത്തൂർ മഹല്ലിലെ മീൻ മാർക്കറ്റ്. ഏകദേശം ഒരു മാസത്തോളമായി നാട്ടിൽ വന്നിട്ട് ഇതുവരെ സൂര്യനെ ഞാൻ കണ്ടിട്ടില്ല. മഴ തന്നെ മഴ ഇല്ലെങ്കിലും മഴന്റെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, മൂടി കെട്ടിയിട്ട് അതങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ കാരത്തൂർ അങ്ങാടിയിൽ വൈകുന്നേരത്തെ മീൻ വിൽപ്പന ആ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കിടാമെന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇത് കാണുന്ന നാട്ടിലുള്ള മുത്തുമണികളോട് നിങ്ങൾക്ക് ഇത് സ്ഥിരം കാഴ്ചകളായിരിക്കും, വീഡിയോ അരോചകമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്തു പോകും. ഈ കാഴ്ചകളൊക്കെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കൊല്ലങ്ങളായിട്ട് മിസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടുകാർ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് GCC കൺട്രീസിലൊക്കെ ഉള്ളത്. അവർക്ക് ഈ കാഴ്ചകൾ കണ്ടിന് നല്ല കുളിർമ തന്നെ ആയിരിക്കും. എനിക്ക് ഉറപ്പാണ്. കാര്യം ഞാനൊരു പ്രവാസിയാണ്. മീൻ പേടിക്കാതിരിക്കല്ലേ, നമുക്ക് ചിക്കൻ പേടിക്കാം. ഡെയിലി ചിക്കൻ നമ്മളെ നാടൊക്കെ വിട്ട് കുറച്ചാട് കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. ഗൾഫിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ നാടൻ ഉണ്ടമത്തി, ബത്തള്, കൂന്തള് ഇതൊക്കെ ഇവിടുത്തെ മാതിരി ആ ഫ്രഷ്നെസ്സിൽ അവിടെ കിട്ടില്ലല്ലോ. അവിടെ കിട്ടും ഇവിടുന്ന് അവിടെ വന്നിട്ട്. പക്ഷേ കൂന്തള് ബത്തളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ള റൂമിൽ മെസ്സിൽ പൊരിഞ്ഞടിയായിരിക്കും. ഏത് കോച്ചിയാ നന്നാക്കുക? ഇവിടെ ആകുമ്പോൾ അതൊന്നും അറിയണ്ടല്ലോ, നമ്മൾ മേടിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. വീട്ടുകാർ നല്ല അടിപൊളിയായിട്ട് അതിലെ കൂട്ടി നേരെ നല്ല തേങ്ങ അരച്ചിട്ട് അങ്ങോട്ട് കറി വെക്കുക. മത്തി ഉണ്ടല്ലോ, മത്തി നല്ല വാഴൻ്റെ ഇലയിൽ ഇട്ടിട്ട് അങ്ങോട്ട് വലിക്കുക. മത്തിൻ്റെ പഞ്ഞീനെടുത്തിട്ട് വേറെ അങ്ങോട്ട് പൊരിക്കുക. കൂന്തൽ നല്ല ഉഷാറായിട്ട് റോസ്റ്റ് ആക്കുക. എൻ്റെ പൊന്നോ ചീറും. ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് ഞാനവിടെ ഖത്തറിലായിരുന്നു. ആ സമയത്ത് നാട്ടിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് വരുമ്പോൾ വീട്ടുകാർ വിളിച്ചാണ്ട് ചോദിച്ചു എന്തെങ്കിലും വേണോ, ബീഫോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നല്ല ചീപ്പിലുണ്ട് നാട്ടിൽ മത്തി, മാന്തള്, ബത്തളൊക്കെ. ഈ 3 സാധനം പൊരിച്ചിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ട് എന്തിനാ ബീഫൊക്കെ? ഈ സാധനം അങ്ങോട്ട് നാട്ടിൽ നിന്ന് അവിടെ എത്തിയാണ്ടല്ലോ. ഞങ്ങൾ എത്ര ദിവസം വെച്ചിട്ടാണ് കൂട്ടിയെന്നറിയോ? അതിൻ്റെ വീഡിയോ ഞാൻ ടിക്ടോക്കിൽ ചെയ്തിരുന്നു. അവിടെ ടിക്ടോക്ക് ഉണ്ടാവും, ഗൾഫിലുള്ള ആളുകൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ അക്കൗണ്ടിൽ. ആ വീഡിയോ അങ്ങോട്ട് കണ്ടിട്ട് എത്ര ആൾക്കാരെ കമൻറ്റ് ഇട്ടിരുന്നു. കമൻറ്റിനേക്കാൾ ഏറെ ഒത്തിരി പേര് നേരിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരും ഷോപ്പുകാരും ഒക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു 2 മണി ഞങ്ങൾക്ക് തന്നോടായിരുന്നല്ലോ. കാര്യം അതിൻ്റെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു നട്ടിരുന്നത്. നാവിൽ കൊതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ബീഫും പത്തിരിയൊക്കെ അങ്ങോട്ട് വിട്ടേക്ക്. ഈ മത്തി, മാന്തളും, കൂന്തലൊക്കെ ഒന്ന് കൊടുത്തയച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി നിങ്ങൾ. അപ്പോൾ ചങ്കുകളെ ചെറുകിട കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും പാக்கலாம். മീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് വെറുതെ വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഓടനാ ബൈ പറഞ്ഞേക്ക്.